എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്ന് പറയുന്നത് നല്ലൊരു മഴ ദിവസമാണ്. മഴയും തണുപ്പും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല സുഖത്തിൽ കിടന്നുറങ്ങാൻ പറ്റിയ കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ച് നേരം വൈകിയൊക്കെ എനിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ വൈകി കഴിഞ്ഞിട്ടാലും നമ്മളുടെ കറക്റ്റ് സമയത്ത് കാര്യങ്ങളും ചെയ്യണമല്ലോ. ഇപ്പോൾ പിള്ളേർക്കൊക്കെ പോകാനുണ്ടാകുമ്പോൾ അവരിറങ്ങുന്ന സമയത്തേക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ആവണം. അപ്പോൾ അതാ നമ്മൾ രണ്ട് പണികൾ ഒന്നിച്ച് ചെയ്ത് നമ്മൾ പണിയെടുക്കാൻ മടിയാണെങ്കിൽ ഇപ്പോൾ ഈ കുക്കറിനെ കൊണ്ട് ഇരട്ടി പണിയെടുപ്പിക്കുക, അതാണ് നമ്മുടെ തന്ത്രം. അപ്പോൾ ഞാൻ ലാസ്റ്റ് കടല വെന്തിട്ടില്ലെന്ന് നോക്കി ജസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് ഇത്തിരി ആവശ്യമുള്ളത് ചേർത്ത് ഒരു വിസിൽ കൂടി അടിക്കാൻ നേരം ഒരു ചെറിയ പാത്രത്തിൽ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് പരിപ്പിട്ട് ഉപ്പിട്ട് ഞാൻ ഈ കുക്കറിലടച്ച് വെച്ചു. അപ്പോൾ നമുക്ക് പരിപ്പ് വെന്ത് കിട്ടി കേട്ടോ. വല്ലാതെ അങ്ങ് വെന്തിട്ടില്ല എന്ന ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മളത് കഷ്ണം വേവിക്കുന്നതിൻ്റെ ഒപ്പം ചേർക്കുമ്പോൾ കറക്റ്റ് വേവായിക്കോളൂ കേട്ടോ. കടല മെഴുക്കുവരട്ടി ഉള്ളി കാച്ചാനായിട്ട് നമുക്ക് എപ്പോഴും നല്ലത് ചെറുള്ളിയാണ്. പക്ഷേ ഇപ്പോൾ ചെറുള്ളി തീർന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നമ്മൾക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ഒരു സവോള എടുത്തിട്ട് കണ്ടത്തുണ്ടോ കണ്ടിച്ചിട്ട് ഇടണതാണ് ഏറ്റവും നല്ല കാര്യം, സമയം ലാഭിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു ചെറിയ പീസ് പുളിയും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. മത്തങ്ങ അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ഇത്രയും ചേർത്ത് നമ്മൾ 2 കറിവേപ്പില അതുപോലെ തന്നെ 2 പച്ചമുളക് നെടുകേറിയത് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമ്മളൊന്ന് വേവിക്കുക. അതവിടെ അപ്പുറത്തിരിക്കട്ടെ. നമുക്ക് ആ സമയത്ത് സവോള അങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് നന്നായി ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചതച്ച മുളകും നല്ലതാണ്. പക്ഷേ ഞാനിവിടെ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ ചതച്ച മുളക് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ കടലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് വീണ്ടും ചേർക്കണ്ട, കാരണം രണ്ടും കൂടി ആകുമ്പോൾ കൂടുതലാവും. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾക്ക് ആവശ്യത്തിന് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. ഞാൻ സാധാരണ അങ്ങനെ തേങ്ങ പൂള് കുത്തിയിട്ടൊക്കെ ഇടണ കണ്ടിട്ടുണ്ടല്ലേ കറിയിലേക്കൊക്കെ. പക്ഷേ ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയിട്ട് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ മുളക് കുത്തിയത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു 2 ടീസ്പൂണോളം അത്യാവശ്യം ഹീപ്പായിട്ടുള്ള സ്പൂണായിട്ട് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി അപ്പോൾ ഒക്കെ നമ്മൾ തീ ഒരുവിധം മീഡിയത്തിൽ ഇട്ടാൽ മതി, കാരണം മുളകൊക്കെ കരിഞ്ഞു പോയാൽ തന്നെ കറിയുടെ ടേസ്റ്റും കളറും ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നാളികേരും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഇടിച്ച മുളകിട്ടിട്ട് കാച്ചുമ്പോൾ കടലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ കൂടി ഒന്ന് വല്ലാതെ അങ്ങ് വറുത്തെടുക്കല്ല, പക്ഷെ എന്നാലും എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആവും. അതുപോലെ തന്നെ ആ തേങ്ങയിലുള്ള കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റും ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈ കടല ഇട്ട് കൊടുക്കുക. കടല വേണമെങ്കിൽ നമുക്ക് അപ്പുറത്ത് ഇങ്ങനെ കുക്കറിൽ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിലിട്ടതിന് ശേഷം ജസ്റ്റ് വറ്റിച്ചാലും മതി. അപ്പോൾ മാളൂനൊക്കെ എങ്ങനെയാ വെച്ചാൽ ഇതിലുള്ള ആ ചാറോട് കൂടി കടല ഉപ്പേരി കോളേജിലേക്ക് ആക്കണതാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും ചോറ് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കറിയും കൂടി ആകുമ്പോൾ കുറച്ചൊരു നനവുണ്ടെങ്കിലാണ് നല്ലത് അല്ലേ. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ തന്നെ നമ്മൾ ചെറിയ സിമ്മിൽ വെക്കുമ്പോഴാണല്ലോ എപ്പോഴും നല്ലത്. അപ്പോൾ വേഗം ചെറിയ സിമ്മിലേക്ക് മാറ്റി വെച്ചു. ചെറിയ ബർണറിലേക്ക് മാറ്റി വെച്ചു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇനി വേറെ നമ്മൾ അരച്ചൊഴിക്കുക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, കാരണം ഇത് പരിപ്പും മത്തങ്ങയും മാത്രമായിട്ടാണ്. അപ്പോൾ മത്തങ്ങ അത്യാവശ്യം ഉടഞ്ഞ് അതിൻ്റെ ചാറ് ഒന്ന് കുറുകി കിട്ടും. അതുപോലെ തന്നെ ഞാൻ പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ പരിപ്പും കൂടി അങ്ങനെ കുക്കാവുമ്പോൾ തന്നെ ഒരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് സരിതയാണ് പറഞ്ഞത് ഈ റെസിപ്പി. അജൂസ് വേൾഡിലെ അജുചേട്ടൻ്റെ വൈഫില്ലേ സരിത, ആളാണ് എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റിയത്. നല്ല ടേസ്റ്റുമാണ്, നീ ഒന്ന് വെച്ച് നോക്കുകയെന്ന് പറഞ്ഞിട്ട് എനിക്കിത് പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഇത് പാലക്കാട് ഭാഗത്തൊക്കെ കോമൺ ആയിട്ടുള്ളൊരു കറിയെന്ന് പറഞ്ഞു മത്തങ്ങയും പരിപ്പും. അപ്പോൾ നമ്മളിതിൽ പുളി ഒഴിക്കും, വറുത്തിടും, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇതിൽ വേറെ നാളികേരം ചേർക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ കഷ്ണം നന്നായി വന്നിട്ടുണ്ട്, പരിപ്പും നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വറവിടാം. ഞാൻ മുമ്പ് വറവിടാനായിട്ട് വാങ്ങിച്ച പാത്രം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ചെറിയൊരു പാത്രമാണ്. ഞാൻ വറവിടാനായിട്ട് മുമ്പ് തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അടുപ്പിൽ വെച്ച് നോക്കുമല്ലോ, വച്ച് നോക്കി എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതെനിക്ക് തീരെ കംഫർട്ടല്ലാന്ന് തോന്നി. അപ്പോൾ അത് റിട്ടേൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് മീഷോന്ന് വാങ്ങിച്ചതാണ്.
ഇത് കുഴപ്പമില്ല കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല സീറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക വിസ്താരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തീരെ ചെറിയ പാത്രമാകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസിൽ നിന്ന് എങ്ങാനും വല്ല തീ അങ്ങ് മുകളിലേക്ക് കയറി ആയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണല്ലോ. ഈ ബൗളിൽ കയറി തീ കത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വിസ്താരമുള്ള പാത്രമാകുമ്പോൾ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് താളിച്ചൊഴിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടി പാത്രത്തിൽ നിന്ന് കലക്കി ഒഴിച്ച് കുറച്ച് കടുക് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ഇപ്പോഴത്തെ കാലത്തെ സാധനങ്ങളുടെ വില നിലവാരമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കടുകൊക്കെ നമ്മളിങ്ങനെ എണ്ണിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ പാത്രത്തിൽ അത്യാവശ്യം വിസ്താരം ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ മീൻ വറക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ മീൻ വറക്കാൻ നല്ല പൈസയും കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കറി വെക്കാൻ എടുത്തതിന് കുറച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ട് അതാണ് വറക്കണേ. ഇപ്പം നമ്മൾ കൂടുതൽ ചാളയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ എന്തോ വിജിലൻസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. വീട്ടിൽ റെയ്ഡൊക്കെ ഉണ്ടാവും അത്രേ. അപ്പോൾ അതുകൊണ്ട് ഭരതേട്ടൻ വളരെ കുറച്ചേ മേടിച്ചിട്ടുള്ളൂ. ഇനി ഫോണിന് കുറച്ച് നേരം വിശ്രമം കൊടുത്ത് ഞാൻ വേറെ ജോലികളിലേക്കൊക്കെ എത്തിയതിന് ശേഷം ഉച്ചത്തിരിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളുടെ കുറച്ച് അട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ നല്ല മഴ. അപ്പോൾ ക്ലാസ്സൊക്കെ വിട്ട് വരുന്ന പിള്ളേർക്കൊക്കെ അടയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചെറിയ ചാറാണ് കേട്ടോ. ഞാനിതിപ്പോൾ ഇങ്ങനെ അടുത്ത് കാണിച്ചപ്പോൾ അത് വലിയ ചാറായിട്ട് തോന്നി എനിക്ക്. നമ്മുടെ ചുക്ക്, ഏലക്കായ, ജീരകം ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കവർ വെച്ചിട്ടാണ് അത് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കവറിൻ്റെ ഉള്ളിലേക്കോ ആ വാഷിൻ്റെ ഉള്ളിലേക്കോ ഒന്നും ഇതിൻ്റെ പൊടിയൊന്നും കയറിപ്പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് അരി നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കുതിർക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറോളം നേരം ഇത് കുതിർന്നതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് ഓൾറെഡി നമ്മൾ കഴുകിയിട്ടാണ് വെള്ളത്തിലിടണേ. അപ്പോൾ ജസ്റ്റ് ആ വെള്ളം ഊറ്റി കളഞ്ഞാലും മതി. എന്നിട്ട് അരയ്ക്കാനിടുക. അരയ്ക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കുറേ വെള്ളം കൂടി പോകരുത്. കാരണം ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കുറേ ലൂസായാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മാത്രം അരയ്ക്കുക. പിന്നെ അരി എന്ന് വെച്ചാൽ ഓൾറെഡി കുതിർന്ന അരിയാണ്. അപ്പോൾ കുറച്ച് വെള്ളം മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരളവിൽ നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തീയിൻ്റെ അവിടെ പിടിച്ച് ഒന്ന് ചൂടാക്കിയെടുത്തു. ഈ നെയ്യ് കൂടി ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണവും അതുപോലെ തന്നെ അട നല്ല സോഫ്റ്റും ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെയ്യ് ഉള്ളവരെ അത് കുറച്ചൊന്ന് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. കുറേ അളവൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് നാളികേരം ചിരകി ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു പാവ്, അതായത് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണ്. അത് ഞാൻ ഒന്നിച്ച് അങ്ങ് ഉരുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് വയ്ക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് തണുപ്പ് വിട്ടതിന് ശേഷം നമ്മൾ അരിപ്പ വെച്ച് ഇതിലേക്ക് അരിച്ചൊഴിച്ചു. ഇനി നന്നായി തീ കത്തിച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അതൊന്ന് പതഞ്ഞ് വരും. അതുപോലെ തന്നെ അതിലേക്കും ഒരു സ്വല്പം നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നാളികേരം ഉടച്ചപ്പോൾ ഒരു മുക്കാലും ഒരു കാലുമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിലത്തെ ഒരു വലിയ മുറി മൊത്തം നമ്മൾ ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം അടയിലൊക്കെ അത്യാവശ്യം ഫില്ലിങ് ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ നല്ല മധുരമുണ്ട് കേട്ടോ. ശർക്കര ഇത്തിരി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല മധുരമുണ്ട്. അപ്പം നമ്മളുടെ ആ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റി കിട്ടണം. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ, ചുക്ക്, ഏലക്ക, ജീരകം, അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഫില്ലിങ്ങൊക്കെ ഒന്ന് ഓൾറെഡി റെഡിയാക്കി വെച്ചതിന് ശേഷം ഒന്ന് വെള്ളം വറ്റി ചൂടൊക്കെ ആറി ഇരുന്നാലാണ് നമുക്ക് അടയിലേക്ക് ഇട്ട് കൊടുക്കാനൊക്കെ ഇത്തിരി എളുപ്പം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. ഒന്നുകൂടി നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. കാരണം അടുപ്പിൽ കഞ്ഞി വെച്ചിട്ടുള്ള അടുപ്പാണ്. പിന്നെ അതിന് തീയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് 2 ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പതുക്കെ അതിങ്ങനെ നീറിയിട്ട് ആ ചകിരിയൊക്കെ കത്തിയിട്ടുണ്ട്. നല്ല തീ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും ഒരു ചകിരിയുടെ പീസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കാരണം തീയൊന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഇത്തിരി വലിയ സൈസ് ഇല ആവശ്യമുണ്ട്. കാരണം ഇത് ഇല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വലിയൊരു പീസാണ് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ കീറിയെടുക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ പീസായിട്ട് കീറിയെടുക്കുമ്പോൾ ഇത്തിരി കൂടി ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഇങ്ങനെ ഒരു വലിയ ഇലയായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ വിറകടുപ്പിലൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി വലിയ ഇലയായിട്ട് പെട്ടെന്ന് വാട്ടിയെടുക്കാൻ പണി എളുപ്പം കഴിയുകയും ചെയ്യും. അതിന് ശേഷം നമുക്ക് കീറിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കീറുമ്പോൾ പൊട്ടലുമില്ല. ഇങ്ങനത്തെ ഒരു 2-3 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്.
കാരണം നമുക്ക് അതിലേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് കീറാം. ചിലപ്പോൾ ഈ വാട്ടുമ്പോൾ തന്നെ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ചൂടടിച്ചിട്ട് ചില സൈഡ് പൊട്ടിപ്പോവാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വല്ല എക്സ്ട്രാ ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2-3 എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനപ്പുറം ഇപ്പുറം ഫ്രണ്ട് ബാക്കൊക്കെ കഴുകി വൃത്തിയാക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് കത്തി ഉപയോഗിച്ചിട്ടൊക്കെ നമ്മുടെ ആവശ്യത്തിലുള്ള വലിപ്പത്തിനായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും എന്താ പറയുക, അതിൻ്റെ ഒരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇല വാട്ടിയെടുത്തിട്ട് അതിൽ പരത്തുമ്പോൾ ഇല അതിലൊട്ടി പിടിക്കില്ല. അതായത് മാവ് അതിലൊട്ടി പിടിക്കില്ല. വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ടുപോരും. കണ്ടോ, ചെറിയ പീസാക്കിയിട്ട് വാട്ടുമ്പോഴുള്ള ബുദ്ധിമുട്ട് കണ്ടോ. പിന്നെ നമ്മുടെ കൈയൊക്കെ ചൂടാവും കൂടുതൽ അതിനായിട്ട് ക്ലോസ് ആയിട്ട് വയ്ക്കുമ്പോൾ. പക്ഷേ ഗ്യാസ് സ്റ്റൗവിലാവുമ്പോൾ അത്ര കുഴപ്പമില്ല. അപ്പോൾ ഇതാ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം പാത്രമൊക്കെ ചൂടാറി ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ടുണ്ട്. ഇതിൻ്റെ മിക്സർ നല്ല ഒലർന്നിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലുണ്ട്. അതായത് നമ്മൾ നെയ്യിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചുക്ക്, ഏലക്ക, ജീരകം അങ്ങനെയുള്ള പൊടി സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി മധുരവയിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഫില്ലിങ് നല്ല അടിപൊളി സ്മെല്ലായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സുരക്ഷാ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഞാനിത് അവിടെ വർക്ക് ഏരിയയിൽ തന്നെ കൊണ്ടുവയ്ക്കാണ് കേട്ടോ. ലക്ഷ്മിന് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെയുള്ള ഫില്ലിങ് എടുത്ത് കഴിക്കാനായിട്ട്. അവന് കുറച്ച് കൊടുക്കൂട്ടാ സെപ്പറേറ്റ്. അപ്പോൾ നമ്മളതിൽ വിറകൊക്കെ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തീ ചകിരിയൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി വിറകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ മുന്നേ ഞാനിങ്ങനെ ഒരു ഓട്ടയായിട്ടുള്ള ഒരു മീൻ ചട്ടിയാണ് ഇങ്ങനെ ചൂടാനൊക്കെ ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവിലാണ് ചുടുന്നതെന്നുണ്ടെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഇരിക്കുന്നുണ്ട് പഴയത്, നമ്മൾ ഉപയോഗിക്കാത്ത പഴയത് എന്ന് വെച്ചാൽ അങ്ങനെ കേടൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മളത് യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് തന്നെ അതിലാണ് ചുടാറുള്ളത് കേട്ടോ. ഇങ്ങനെ അടുപ്പിൽ ചുടുമ്പോൾ ഈ ചട്ടിയിലും ഉപയോഗിക്കും. ഇപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാനായിട്ട് ഇത്തിരിയൊന്ന് ഫോണിൻ്റെ അടുത്ത് നീക്കി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യത്തിൽ ഒരു പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് അങ്ങ് ഒഴിച്ചു. അപ്പോൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലിച്ചു പോയി. കാരണം ഈ പ്ലേറ്റിന് എങ്ങനെയാലും കറക്റ്റ് ഫ്ലാറ്റ് അല്ലല്ലോ, നമ്മുടെ കട്ടിംഗ് ബോർഡൊക്കെ പോലെ കറക്റ്റ് ഒരേ ലെവലല്ലല്ലോ. ഈ പ്ലേറ്റിന് എപ്പോഴും അറ്റത്തെത്തുമ്പോൾ ഒന്ന് ഹൈറ്റ് കൂടും ചെറുതായിട്ട്. ആ ഒരു ലെവൽ ഡിഫറൻസിൽ തന്നെ ഇതൊക്കെ ആകെ ഒലിച്ച് കൊളായി. അപ്പോൾ എനിക്ക് തോന്നി വേണ്ടിയിരുന്നില്ല, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. എന്നാലും അത് ജസ്റ്റ് ഒന്ന് അങ്ങ് വെച്ച് കൊടുത്തു. ഇതിലിപ്പോൾ അത്യാവശ്യം വട്ടുള്ളതായതുകൊണ്ട് തന്നെ 2 അട ഒരേ സമയത്ത് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ താഴ്ത്ത് വെച്ചിട്ട് പ്ലേറ്റും കാര്യങ്ങളൊന്നും എടുത്തില്ല, വെറുതെ താഴ്ത്ത് വെച്ചിട്ട് പരത്തി നോക്കിയപ്പോൾ കണ്ടോ ഒരു കുഴപ്പമില്ല. അങ്ങനെ മാവിൽ വെള്ളം കൂടിയിട്ട് ഒന്നുമല്ല, അത് ആ പ്ലേറ്റിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ കയറ്റം ഇറക്കുമ്പോൾ എങ്ങനെയായാലും ഒന്ന് അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ ചൂടാറിയിട്ടുള്ള ഫില്ലിങ്ങൊക്കെ ഒരു സൈഡിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു. അത് അടച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളെ തട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നല്ല തീയൊക്കെ അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. ഇലയൊക്കെ ഒരു സൈഡൊക്കെ ഒന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒക്കെ നമ്മൾ വെള്ളം തെളിച്ച് കൊടുക്കാറുണ്ട്, പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ആവശ്യം തോന്നിയില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഈ ബാറ്ററിൽ വെള്ളം ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെയും വെള്ളം തെളിച്ച് കൊടുക്കുമ്പോൾ അതൊന്നൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ നല്ല ചൂട് കയറുമ്പോൾ തന്നെ അതിൻ്റെ ഇല ഇങ്ങനെ കരിഞ്ഞ് ആ ഒരു ഉണങ്ങിയ മണം വരും. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ കടിച്ചിട്ട് കഴിക്കുന്ന ടൈപ്പായിരിക്കും ഇഷ്ടം. പക്ഷേ നമുക്കൊക്കെ ഇത്തിരി ഒരു തളർന്ന ടൈപ്പിലുള്ള എന്നാൽ ഒരു ഇലയുടെ ഒരു കരിഞ്ഞ മണവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ് കൂടുതലിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാതിട്ട് അങ്ങനെ ഇല കരിഞ്ഞ് അങ്ങനെ കണ്ടമാന ഇല കരിയണ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് റഫായിരിക്കും. അതായത് ഇങ്ങനെ കടിക്കാനൊക്കെ ഇത്തിരി ടഫായിരിക്കും എന്ന് പറയാം. അപ്പോൾ ഇത് അത്രയ്ക്ക് അങ്ങ് കരിച്ചെടുക്കണില്ല. എന്നാൽ പാകത്തിന് നമുക്ക് കുക്കാവും വേണം. ജസ്റ്റ് നമുക്ക് ആ ഇലയൊന്ന് പൊക്കി നോക്കിയാൽ തന്നെ അത് വിട്ട് വരും. നമ്മൾ അങ്ങനെ തന്നെ നമുക്ക് അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ അടുത്ത ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സെൻറ്ററിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഗംഭീര ചൂട് സെൻറ്ററിൽ മാത്രമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ 2 അടയായിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പുറംതിരിഞ്ഞിരിക്കണ പോലെ 2 അടകളെ അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതായാലും കുക്കായി കിട്ടാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം വലിപ്പത്തിൽ എടുത്തിട്ടുള്ള ഇല ആയതുകൊണ്ട് തന്നെ 2 തന്നെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചിലപ്പോൾ കുഞ്ഞു അടയിട്ടൊക്കെ പരത്തുന്നവർക്ക് വേണമെങ്കിൽ 4-3 ഇതിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഈ ചട്ടി ചൂട് പിടിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും ഒരുപോലെ ചൂടെത്തുന്നുണ്ട്, അതിനൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ ഇതെനിക്കൊരു ഡൗട്ടുണ്ട്. അടച്ചട്ടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉണ്ടായിരുന്നത് മുന്നേ വേറൊരു ചട്ടിയായിരുന്നു. ഞാനതിൽ അടച്ചുടനേക്കാളും കൂടുതൽ ഞാനൊരു ചീഞ്ചട്ടിയുടെ ഉപയോഗമാണ് അതിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയുണ്ടാവും. കുറേ ഞാൻ മെഴുക്കുവരട്ടി ഉപ്പേരി കാര്യങ്ങളൊക്കെ വെക്കാറ് ആ ഒരു ചട്ടിയിലായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചട്ടിയായിരുന്നു. ഞാൻ കുറേ കാലം അത് കൊണ്ടു കിടന്നിട്ടുള്ളതാണ്.
അതങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെയൊക്കെ പൊട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക അത്രയ്ക്ക് വിഷമം ഉണ്ടാവില്ല. പക്ഷെ ഇത് ഞാൻ മനഃപൂർവ്വം പൊട്ടിച്ചതാണ്. അങ്ങനെയല്ല, നമ്മൾ കഴുകിയിട്ട് പാത്രം ഇങ്ങനെ കമഴ്ത്തി വെച്ചു. അത് കഴിഞ്ഞ് ഭരതൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ 2 പ്രാവശ്യമായി ഭക്ഷണം കഴിക്കാൻ പറയുന്നത്. എന്നിട്ടും ആൾ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് അറിയാതെ ഒരു ഇഡ്ഡലി പാത്രം കഴുകിയിട്ട് ഭരതേട്ടാ എന്ന് വിളിച്ച് നമ്മുടെ പഞ്ചാബി ഹൗസിലെ മുതലാളി എന്ന് വിളിക്കുന്നില്ല, അതേ ടോണിൽ ഞാൻ ഒന്ന് വിളിച്ചിട്ട് ആ പാത്രം എടുത്തിട്ട് ഈ മൺചട്ടിയുടെ മുകളിലാണ് കയറ്റി വെച്ചു. ഒത്തിരി ഫോഴ്സായി പോയി. അപ്പം തന്നെ 2 കഷ്ണമാക്കി പൊട്ടി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അതുപോലത്തെ പാത്രം കിട്ടാൻ വേണ്ടി പിന്നെ കുറേ അലഞ്ഞ് തിരിഞ്ഞ് കുറേ നടന്നു. ഒരു മടയിൽ എത്തിപ്പെട്ടില്ല. മോൻ്റെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ചേച്ചി കുറേ ഇങ്ങനെ ചട്ടികൾ, ഞാൻ എപ്പോഴും ചട്ടിയുടെ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ അതിൽ കാണിക്കാറുണ്ട്. ഒരു ചേച്ചി അവിടെ മൺചട്ടി വിൽക്കാൻ വരാറുണ്ട്. പക്ഷേ ആൾക്ക് നല്ലോണം വയസ്സായതാണ്, വയ്യായും കാര്യങ്ങളൊക്കെ ആയിട്ടാവും. ഇപ്പോൾ ആളവിടെ വരാറില്ല. ഞാൻ അതിലെ പോകുമ്പോൾ ഒക്കെ ഞാൻ നോക്കും. ആളുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി അങ്ങനത്തെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ അന്ന് ഒരു ദിവസം ശക്തൻ സ്റ്റാൻഡിൻ്റെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വഴിയോര കച്ചവടക്കാരെ അപ്പുറത്തേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കണം. അവിടെയും പോയിട്ട് മൊത്തം അന്വേഷിച്ച് നോക്കി. ഇങ്ങനത്തെ അടച്ചട്ടി അവിടെ വരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ ഉദ്ദേശത്തിന് ഇത്രയും ഇങ്ങനെ തിക്നെസ് കൂടുതലുണ്ട്. അതാണ് ഞാൻ വിചാരിക്കണേ ഇത് ദോശ ഉണ്ടാക്കണ ദോശക്കല്ലാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ അടിപൊളി മയങ്ങിയിട്ടുള്ള കാസ്റ്റ് ചെയ്യേണ്ട കല്ലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ദോശയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇലകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങി, ഇനിയും അങ്ങ് ഉണങ്ങിപ്പോയി അത് അതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഇലയൊക്കെ ഇങ്ങനെ വാടി ചുരുണ്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിങ്ങനെ തുറന്ന് മാറ്റി നോക്കിയാൽ തന്നെ ഇല വിട്ട് വരുന്നുണ്ട്. നമ്മൾ വാട്ടിയെടുത്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ വിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അടുത്തൊരെണ്ണം ഇട്ട് കൊടുക്കുകയാണ്. എന്താ കണ്ടോ, നമ്മുടെ ഇലയിൽ നിന്ന് ഫുള്ളായിട്ട് അങ്ങനെ വിട്ടു പോകുന്നുണ്ട്. പിന്നെ ഭയങ്കര കനം കുറവുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കൈകൊണ്ട് പരത്തുകയൊക്കെ ചെയ്യുമ്പോൾ ചില സൈഡിൽ കനം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമല്ലോ. പക്ഷേ ഇങ്ങനെ ഒഴിച്ചിട്ട് പരത്തുമ്പോൾ ഏറ്റവും ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസായിട്ടുള്ള ഒരു ലെയറാണ്. അതും എല്ലായിടത്തും ഒരേ തിക്നെസ്സാണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതാ കണ്ടോ, നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫില്ലിങ് നല്ല മധുരമാണ്. ഞാൻ കുറേ അധികം ഒന്നും വെച്ച് കോരി ഇട്ടിട്ടൊന്നുമില്ല. പക്ഷേ എന്നാൽ തന്നെയും നല്ല മധുരം ഉണ്ടല്ലോ. ലച്ചുവിനെ നല്ല ഇഷ്ടപ്പെട്ടു. അവനീ പറഞ്ഞ പോലെ കുറച്ച് കൂടുതലിഷ്ടം ചുട്ടാടോടാണ്. മാളൂനും അതെ, ചുട്ടാടയാണ് കൂടുതലിഷ്ടം. പക്ഷേ ഭരതൻ്റെ ഇപ്പോഴും ഇങ്ങനെ പുഴുങ്ങിയ അടയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് 2 അങ്ങനെ പുഴുങ്ങാറും ഉണ്ട് കേട്ടോ. കേട്ടോ, നമ്മൾ 2 സൈഡിൽ നിന്നൊക്കെ തന്നെ വിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തിക്നെസ് എന്ന് പറയുന്നത് തീരെ കുറവാണ്. ഇത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ തന്നെ ഒഴിച്ചടയിട്ട് ഉണ്ടാക്കാം. അത് കുറച്ചും കൂടി നമ്മൾ വീട്ടിലൊക്കെ പൊടിപ്പിച്ചിട്ടുള്ള ഗോതമ്പുണ്ടല്ലോ, ആശീർവാദിൻ്റെയൊക്കെ പൊടി പോലെ ഇല്ലാണ്ട് തവിടുള്ള ഗോതമ്പ് പൊടി, അത് വെച്ചിട്ടുണ്ടാക്കി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 3-4 എണ്ണം ഞാൻ ഇങ്ങനെ മാവ് ഇതേപോലെ തന്നെ ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഞാൻ തീയൊന്നും കത്തിക്കുന്നില്ല. ആ അടുപ്പിലുള്ള കനലിൽ തന്നെ അങ്ങനെ കിടന്ന് വെന്തോളും. ഈ ഇലയ്ക്ക് നല്ല ഒരു ചെറുപയറിൻ്റെ ഒരു പച്ച കളറാവും ഇല. അത്രയും വരെ വേവിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അതാ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ആവി തട്ടി തട്ടി വെന്ത് ഇങ്ങനെ ഒരു പരുവത്തിലാവും. അപ്പോൾ അത് അടച്ചങ്ങ് മാറ്റി വയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഇത് എത്ര നേരം വേണമെങ്കിലും അതിങ്ങനെ തളർന്ന് നല്ല സോഫ്റ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ ഒരെണ്ണം എടുത്തിട്ടൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ നടുമടക്കിയിട്ട് വീണ്ടും ബുക്ക് മടക്കണ പോലെ ഒന്നും കൂടി ഇപ്പുറം മടക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നടുവിലൊരു ചുളിവ് വന്നിരിക്കണേ. അതിൽ കൊള്ളാതെ വന്നപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് അലച്ചു ടേസ്റ്റ് നോക്കിയാണ് വീഡിയോ പിടിക്കുന്നത്. പളയിട്ട് പോയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ.